ഹലോ ഗൈസ്, ഇന്നതേ 4ാമത്തെ ദിവസമാട്ടോ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട്. എത്ര പെട്ടെന്ന് 4 ദിവസങ്ങൾ പോയത്. ഏട്ടൻ്റെ പനി പിടിച്ച് കിടക്കുക കേട്ടോ, അതുകൊണ്ടാണ് ഏട്ടനെ കാണിക്കാത്ത വീഡിയോസിൽ. അപ്പോൾ ഇതേ ഞങ്ങൾ പോകേണ്ട രാത്രി ആട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതേ രാവിലെ എല്ലാവരും എണീറ്റിട്ട് കുട്ടാ കളിപ്പിക്കുകയാണ്. അച്ഛൻ ഇതുവരെ കുട്ടാപ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് അച്ഛൻ കുട്ടാപ്പിനെ കണ്ടത്. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ, കാരണം കുട്ടാപ്പിനെ എടുത്തിട്ട് അച്ഛൻ്റെ മടിയിലേക്ക് വെച്ചെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതേപോലെ കുഞ്ഞുമണിയാണത് എൻ്റെ ചേച്ചീൻ്റെ മോളാട്ടോ, ഞങ്ങളുടെ വീട്ടിലെ ഫസ്റ്റ് ബേബി ആട്ടോ അവൾ. അങ്ങനെ ഇതേ ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടോ. എൻ്റെ വീടൊരു തറവാടാട്ടോ, പിന്നെ നിറയെ റബ്ബറും അതുപോലെ തന്നെ ഇഞ്ചി, കാപ്പി, അങ്ങനെ എല്ലാം കൂടി നിറഞ്ഞൊരു ഗ്രാമസുന്ദരമായ ഒരു പ്രദേശമാട്ടോ എൻ്റെ വീട്. പാലക്കാട് എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്കറിയാമല്ലോ, ഇതൊരു ഗ്രാമീണത കാണുമല്ലോ. അതേപോലെ തന്നെ കണ്ട ഈ മഞ്ഞൾ, കൂവ, അതുപോലെ കുരുമുളക്, കവുങ്ങ്, മാവ്, പ്ലാവ്, തെങ്ങ് എന്ന് വേണ്ട ഒരുവിധം വാനില, കാപ്പി, അങ്ങനെ ഒരുവിധ സംഭവങ്ങളൊക്കെ അച്ഛൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൊടിയിൽ തന്നെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ നമുക്ക് പുറത്തേക്ക് പോയി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മുരിങ്ങ, അതുപോലെ ചെറുതായിട്ട് പച്ചക്കറികളൊക്കെ അച്ഛന് വീട്ടിൽ തന്നെ ഉണ്ടാക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പുറത്ത് പോയിട്ട് അങ്ങനെ അധികം വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ പിറകുവശത്ത് വരുന്നത് കേട്ടോ. അങ്ങനെ വലിയ സ്ഥലമായിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ, കാരണം ഒരുവിധം എല്ലാതും ഉണ്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അതൊക്കെ വീടിൻ്റെ പിറകുവശത്താട്ടോ വരുന്നത്. അതുപോലെ റബ്ബറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ പിറകുവശം ഫ്രണ്ടൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കൂടെ മീൻ, പച്ചക്കറിയൊക്കെ പോട്ടു. അപ്പോൾ ഞങ്ങൾ മീൻ വന്നപ്പോൾ വാങ്ങിക്കുകയാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ മേടിച്ച് ഞങ്ങൾ ഇതേ നേരെ നല്ല ചട്ടിയിൽ നല്ല വിറകടുപ്പിൽ മീൻ കറി ഉണ്ടാക്കി കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയ മീൻ കറി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓലൻകാളനൊക്കെ ഓണത്തിനുണ്ടാക്കിയത് അതേ പടിക്ക് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ ചൂടാക്കി. പിന്നെ അമ്മയുടെ സ്പെഷ്യൽ കടുക് മാങ്ങ അച്ചാർ എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടോ. ഇത് ഉപ്പിലിട്ട മാങ്ങയും നാരങ്ങയും ഒക്കെ ഉണ്ട് കേട്ടോ. അമ്മ എല്ലാം ഇങ്ങനെ എടുത്ത് വെക്കും, എല്ലാ തരം അച്ചാറും അമ്മ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഗേസ് നൈറ്റായി ഞങ്ങളെല്ലാവരും പോകേണ്ട വിഷമത്തിലാട്ടോ. കുട്ടാപ്പി അച്ഛൻ്റെ മടിയിൽ പോരുന്നില്ല, അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ. അച്ഛൻ്റെ മടിയിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കാറി കയറി വാവേനോടൊക്കെ ടാറ്റ പറഞ്ഞു. ഭയങ്കരമായിട്ട് കരഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുവിധം സമാധാനിപ്പിച്ചിട്ടൊക്കെ ഇട്ട് പോകുന്നു, കാരണം കുട്ടാപ്പി പോകുന്നതിൻ്റെ വിഷമമൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഈ കാണുന്ന കേട്ടോ എൻ്റെ സ്കൂൾ വലമ്പരമംഗലം LP സ്കൂളിൽ. ഞാൻ 1 to 5 വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചത്. അതിനുശേഷം ഞങ്ങൾ ഇതേ മുക്കെത്തി. ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾ ലേറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ടാട്ടോ നമ്മൾ തട്ടുകടയിൽ കയറിയിട്ട് പട്ടാണിയും കട്ടനൊക്കെ കുടിച്ചു കേട്ടോ. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്കാണ്. ഓക്കെ, ബൈ.